ഇന്നത്തെ വചനചിന്ത ദൈവത്തെ വിശ്വസിക്കാതെ പരീക്ഷിച്ചാൽ. 78 സങ്കീർത്തന പുസ്തകം 41 തിരുവചനം. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നാം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഓരോ ഭരണാധികാരികളുടെയും അധികാരത്തിൻ്റെ വില നമുക്കറിയാം. കേരള മുഖ്യമന്ത്രിയുടെ അധികാരം എന്താണെന്നറിയാം. പ്രധാനമന്ത്രിയുടെ അധികാരം എത്രമാത്രം വലുതെന്ന് നമുക്കറിയാം. LMA ആകട്ടെ, വാർഡ് മെമ്പറാകട്ടെ, അവരുടെ അധികാരത്തെക്കുറിച്ചൊക്കെയും നമുക്കറിയാം. എന്നാൽ ഇപ്രകാരം ചിന്തിക്കുക: നമുക്കൊരു പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, നമുക്കൊരു പ്രതികൂലം കടന്നു വരുമ്പോൾ ഈ അധികാരികളോട് പോയി സഹായം ചോദിക്കുക എന്നിരിക്കട്ടെ, അവർക്കാർക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് തീർച്ചയായും നമ്മെ സഹായിക്കും. ഈ ലോകത്ത് നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവ് കൽപ്പിച്ചാൽ എന്തും സംഭവിക്കും. കാറ്റിനെ ശാസിച്ചാൽ കാറ്റ് ശാന്തമാകും, കടലിനെ ശാസിച്ചാൽ കടൽ ശാന്തമാകും. യേശു വെള്ളത്തിന്മേലെ നടക്കും, മരിച്ചവനെ ഉയർപ്പിക്കും. കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. പലപ്പോഴും ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ പിറുപിറുക്കാറുണ്ട്. ദൈവത്തിന് പിറുപിറുക്കുന്നവരെ ഇഷ്ടമല്ല. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിക്കുമ്പോൾ അത്ഭുതങ്ങൾ അനുഭവിച്ച ഇസ്രായേൽ ജനം ദൈവത്തിന് വിരോധമായി പിറുപിറുത്തു. 40 ദിവസം കൊണ്ട് ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തിലെത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ പിറുപിറുപ്പ് നിമിത്തം, വിശ്വാസക്കുറവ് നിമിത്തവും ദൈവത്തെ പരീക്ഷിച്ചതിനാലും 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു, കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാത്തത്? അവിശ്വാസവും പിറുപിറുപ്പും കാരണമാകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിറുപിറുപ്പോടുകൂടി എഴുന്നേൽക്കുന്നു. എന്നാൽ ദൈവത്തെ നോക്കി എഴുന്നേൽക്കുന്നവന് അധികം കൃപയും പുതുവഴികളും ദൈവം തുറക്കുന്നു. കുടുംബജീവിതത്തിൽ പരസ്പരം പിറുപിറുക്കുമ്പോൾ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് തടസ്സം സംഭവിക്കുന്നു. അവിശ്വാസത്തെ നീക്കിക്കളയണം. അവിശ്വാസമുള്ള മനുഷ്യന് അത്ഭുതം കാണുവാനോ അത്ഭുതം അനുഭവിക്കുവാനോ സാധിക്കുകയില്ല. ഇസ്രായേൽ ജനം കനാൻ ദേശത്തെ ഉറ്റുനോക്കുവാൻ പോകുമ്പോൾ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോ വ്യക്തികളെയും അയക്കുന്നു. അവർ കനാൻ ദേശത്തെ ഉറ്റുനോക്കി. മലയും കൃഷിയും അനേകം ഫലങ്ങളും പൂക്കളും ഒത്തിരി ഭംഗിയുമുള്ള സ്ഥലം, പാലും തേനും ഒഴുകുന്ന കനാൻ. എന്നാൽ അനാഖ്യ മല്ലന്മാരെ കണ്ട് 10 പേർക്കും ഭയം കടന്നു വന്നു. അവരുടെ മുന്നിൽ ഒരു വെട്ടുക്കിളി എന്നതുപോലെ തനിക്ക് തോന്നി. അവർ ഭയപ്പെട്ടു. എന്നാൽ യോശുവയും കാലേബും ധൈര്യപ്പെട്ടു. 10 പേരെന്ന കൂട്ടം അവർ കൂടി മറ്റുള്ളവരോട് പറഞ്ഞു, അവർ അനാഖ്യ മല്ലന്മാർ, അവരെ നമുക്ക് തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. ഇത് കേട്ട ഇസ്രായേൽ ജനം സകലം പിറുപിറുത്തു. ശത്രുവിനെ കണ്ട് അവർ ഭയപ്പെട്ടു. ഭയപ്പെട്ടവർ പകുതി വഴിയിൽ പട്ടുപോകുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന യോശുവയും കാലേബും കനാൻ ദേശത്ത് കാൽ വച്ചു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാത്തതിൻ്റെ കാരണം അവിശ്വാസമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവിൻ്റെ മുന്നിൽ വന്ന ജനത്തോട് കർത്താവ് ചോദിച്ചത്, നീ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാണ്. ലാസറിൻ്റെ ഭവനത്തിൽ കർത്താവ് യേശു ക്രിസ്തു കടന്നു ചെല്ലുമ്പോൾ മാർത്തയോട് പറഞ്ഞു, മാർത്തേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. അനേകർ ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കുന്നു, എന്നാൽ വിശ്വാസമില്ല, പുറത്തു പോയിട്ട് പിറുപിറുക്കുന്നു. വചനം ശ്രവിക്കുന്ന താങ്കൾ വിശ്വസിച്ചാൽ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കത്തുള്ളൂ. കർത്താവ് സ്വന്തം ദേശത്ത് അധികം അത്ഭുതം പ്രവർത്തിച്ചിരുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായം 58 തിരുവചനം വായിക്കുമ്പോൾ അവരുടെ അവിശ്വാസ നിമിത്തം യേശു അവിടെ അധികം അത്ഭുത പ്രവൃത്തികൾ ചെയ്തില്ല എന്ന് കാണപ്പെടുന്നുണ്ട്. അവിശ്വാസ നിമിത്തം അത്ഭുത പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കത്തില്ല. വചനം ശ്രവിക്കുന്ന താങ്കൾ പൂർണ്ണമായി കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഹൃദയത്തിൽ അല്പമെങ്കിലും അവിശ്വാസം വന്നാൽ അവിശ്വാസത്തെ ശാസിക്കുക. അവിശ്വാസം ഹൃദയത്തിലുണ്ടെങ്കിൽ അത്ഭുത പ്രവൃത്തികൾക്ക് ഇടമില്ലെന്നുള്ളതാണ്. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വയ്ക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും.
ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് താങ്കൾ വിശ്വസിച്ച പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. പൂർണ്ണമായ വിടുതൽ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ലഭിക്കും. പിറുപിറുക്കാതെ, സർവശക്തനായ ദൈവത്തെ പരീക്ഷിക്കാതെ, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവഹിതപ്രകാരം മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവരും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.